അതെ ചായക്കട ചേട്ടാ, വേഗം സമൂസയും പഴംപൊരിയും എടുത്തോ. ഇതാ. ഇതെന്താ വെറും പ്ലേറ്റ്? പിന്നല്ലാതെ നീയും പറയാറില്ലേ കാലി പൈസ കാണിച്ചിട്ട് പൈസ നാളെ തരാമെന്ന്. അതുപോലെ സമോസ നാളെ ഉള്ളൂ, ഇന്ന് കാലി പ്ലേറ്റേ ഉള്ളൂ. ഇത് ഞങ്ങൾ അപമാനിക്കലാണ്, ഭയങ്കര അപമാനം. വരൂ പത്ലു, ഇനി നമ്മൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. മോട്ടോ വെറുതെ ദേഷ്യപ്പെടണ്ട. സമൂസ ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ? ഇവിടെ ഇരുന്ന് നമുക്ക് സൗജന്യമായിട്ട് പത്രം വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്റെ മോട്ടോ ഇത് കണ്ടോ? ഇന്നലെ നീ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ റിസൾട്ട് ഇതാ ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ആ നീ ആ ടിക്കറ്റിംഗ് എടുക്ക. ടിക്കറ്റ് ഞാൻ വീട്ടിൽ വെച്ചിരിക്കുക, പക്ഷേ എനിക്ക് ആ ടിക്കറ്റിലെ നമ്പർ നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ ആ പഴയ കാറ് നിനക്ക് ഓർമ്മയുണ്ടോ? അതിന്റെ അതേ നമ്പറാ, UP 1415. ഞാനൊന്ന് നോക്കട്ടെ. UP 1415, UP 1415. അടിച്ചു മോനെ. എനിക്കും കാണിച്ച് UP 1415. എവിടെ എവിടെ? ഇല്ല ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് പ്രൈസ് അടിച്ചേ, 5 കോടി രൂപ അടിച്ചേ. എനിക്ക് ഇഷ്ടംപോലെ സമോസ നമുക്ക് വാങ്ങി തിന്നാലോ. പൊളിച്ചെടുത്തല്ലോ. നമ്മുടെ മോട്ടു പത്ലു ഇപ്പൊ കോടീശ്വരന്മാരായല്ലോ. നിങ്ങളല്ല, ഞങ്ങളാ. പത്ലു, നമുക്ക് ചെന്ന് വീട്ടിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, നമ്മള് കോടീശ്വരന്മാരായി. നിങ്ങളല്ല, ഞങ്ങള്. ടിക്കറ്റ് ഞങ്ങളുടെയാ, നിങ്ങളുടെ അല്ല. അവിടെ നിക്ക്. ജോൺ ആയിരിക്കണ്ടോ? ജോൺ തന്നെയായിരിക്കണ്ടോ? ടിക്കറ്റ് മര്യാദക്ക് എന്റെ അടുത്ത് തരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആരാ മരിക്കുന്നെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. കൊള്ളാം ബോസ്, കൊള്ളാം. അടിപൊളി കവിതയാണല്ലോ, അല്ലേ നമ്പർ 2? ഇല്ല ഇല്ല, അരുത്. നിങ്ങൾ ഞങ്ങൾ കോടീശ്വരനാവുന്ന സ്വപ്നം തല്ലി തകർക്കരുത്. ഞാൻ സ്വപ്നങ്ങളെ മാത്രമല്ല, വേണമെങ്കിൽ നിന്നെ ഇല്ലാതാക്കി കളയും. വല്ലാതെ വെള്ളത്തിലെടുക്കാൻ നോക്കിയാല് എന്റെ സ്വഭാവം നീ അറിയും. കൊള്ളാം ബോസ്, കൊള്ളാം. അടിപൊളി കവിതയാണല്ലോ, അല്ലേ നമ്പർ 2? മണ്ടത്തരം പറയാതെ ആദ്യം ടിക്കറ്റ് കണ്ടുപിടിക്കാൻ നോക്കടാ. ചെല്. ഞാൻ നിങ്ങൾക്കൊരു ചുക്കും തരാൻ പോകുന്നില്ല. തടിയന്മാരെ, അവരെ പോയി പിടിക്ക. എടാ മണ്ടന്മാരെ, ആ വാനെടുത്തോണ്ട് പുറമെ പോടാ. എന്നെ കൂടി ഒന്ന് കൊണ്ടുപോടാ. മണ്ടന്മാര്. ഓടിക്കോ, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. മോട്ടോ എന്നെ ഒന്ന് രക്ഷിക്കേ. മര്യാദക്ക് എന്റെ കൂട്ടുകാരനെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ നീ വിവരം അറിയും. നീ ആ ടിക്കറ്റ് തന്നേക്ക്, എന്നാ നിന്റെ കൂട്ടുകാരനെ വിട്ടേക്കാം. ഞാൻ ടിക്കറ്റ് എടുത്തോണ്ട് വരാം, നീ ഇവിടെ തന്നെ നിക്ക്. എന്റെ മോട്ടോ, നീ മണ്ടത്തരം പറയണ്ട. ടിക്കറ്റ് ഇവന് കൊടുക്കരുത്. ജീവിതത്തിൽ ആദ്യമായിട്ടാ നീ കോടീശ്വരനാവാൻ പോകുന്നേ. എന്റെ പത്ലു, നീ ഇല്ലാതെ ഞാൻ കോടീശ്വരനായിട്ട് എന്ത് കാര്യം? ജോൺ, ഞാൻ ഇപ്പൊ വന്നേക്കാം. അതെ, ഞാൻ മോട്ടോണ്ടൊപ്പം പോയിക്കോളാന്നേ. അവന് ടിക്കറ്റ് തപ്പിയെടുക്കാൻ എന്റെ സഹായം വളരെ അത്യാവശ്യമായിരിക്കും. നീ എങ്ങോട്ടും പോകത്തില്ല, നീ പോയാ തിരിച്ചു വരത്തില്ല. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്താ, എന്റെ സുഹൃത്ത് ഡോക്ടർ ചട്കാനെ വെടിവെച്ചോളൂ. പക്ഷെ മോട്ടുനെ സഹായിക്കാൻ എന്നെ എന്തായാലും പറഞ്ഞു വിടണം പ്ലീസ്. ഓക്കേ, ചെല്ല്. ടിക്കറ്റ് കൊണ്ടുപോവാ. ഐഡിയ. എന്റെ ജോണേ, മോട്ട് അന്വേഷിച്ചാലൊന്നും അത് കിട്ടില്ല. ആ ടിക്കറ്റ് ഞാനാണ് അവിടെ ഭദ്രമായി എടുത്തു വെച്ചത്. അതെന്തായാലും വേണ്ട, നീ ആ വഴി ഓടിയാലോ. ഞാൻ എവിടേക്കും ഓടിപ്പോവില്ല. അഥവാ ഞാൻ ഓടിപ്പോയാലും മോട്ട് ടിക്കറ്റ് എടുത്ത് വരും. അല്ലെങ്കിൽ നിങ്ങൾ മോട്ടോനെ വെടിവെച്ചോ. ചെല്ല്, നീ വേഗം ചെന്ന് ടിക്കറ്റ് തപ്പിയെടുക്കാൻ മോട്ടോനെ സഹായിക്കേ. അല്ല ജോണേ, എന്റെ സഹായമില്ലാതെ അവർക്കത് കണ്ടുപിടിക്കാനാവില്ല. ഞാനും കൂടി. ഞാൻ വന്നില്ലെങ്കിലും ഗസീട്ടാറാമങ്ങ് എത്തുമല്ലോ. നിങ്ങൾ എന്തായാലും അവനെ വെടിവെക്കും. അവനെ രക്ഷിക്കാൻ ഞാനിവിടെ വന്നല്ലേ പറ്റൂ.
ഓക്കേ, വേഗം ചെന്ന ടിക്കറ്റ് കണ്ടുപിടിക്കാൻ നോക്ക്. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. സ്ഥലം വിട്ടേക്കാം. ബോസ് ഇതിലെന്തോ പന്തികേടുണ്ട്. നിങ്ങളിങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ടാ ഇവിടെ പിന്നെ ആരാ? അവര് തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെ വെടിവെക്കും? എടാ വിഡ്ഢി, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? ബോട്ട് വന്നില്ലെങ്കിൽ പത്തുലുവിനെ വെടിവെക്കാം. ഗസീട്ടാറാം വന്നില്ലെങ്കിൽ ആ ഡോക്ടറെ വെടിവെക്കാം. അഥവാ പത്തുലു വന്നില്ലെങ്കിൽ മോട്ടു എന്തായാലും വരുമല്ലോ, അപ്പൊ മോട്ടുവിനെ വെടിവെക്കാം. പിന്നെ ആ ഡോക്ടർ വന്നില്ലെങ്കിൽ ഗസീട്ടാറാം എന്തായാലും വരുമല്ലോ, അപ്പൊ അയാളെ വെടിവെക്കാം. എന്തായാലും എന്റെ തോക്കിന്റെ ഉണ്ട ചെലവാക്കും ഞാൻ. ഒരു മിനിറ്റ്. മോട്ടുവിന് പകരം പത്ലുവിനെ വെടിവെക്കുന്നു. പത്ലുവിന് പകരം മോട്ടുവിനെ വെടിവെക്കുന്നു. ഗസീറ്ററാമിന് പകരം ജഡ്കയെ, ജഡ്കയ്ക്ക് പകരമായിട്ട് ഗസീറ്ററാമിനെ. ഇനി അഥവാ ആരും വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ വെടിവെക്കും? നീ എന്നെ വെറുതെ കൺഫ്യൂഷൻ ആക്കാതെ, ഞാൻ ഒരു തവണ കൂടി പറഞ്ഞു തരാം. മോട്ട് വന്നില്ലെങ്കിൽ പത്തുലുവിനെ, ഇനി അതും അല്ലെങ്കിൽ പത്തുലു, കസീട്ട, ഡോക്ടർ. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഈ തടിയൻ എന്നെ ആകെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ. ഇനി ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ആർക്ക് പകരം ആരെയാ കൊല്ലണ്ടെന്ന് ഞാൻ മറന്നുപോയി. ഇത് എവിടെയും കാണുന്നില്ലല്ലോ. ഈ ടിക്കറ്റ് എവിടെയാ വെച്ചെന്ന് ഒരു ഓർമ്മയും വരുന്നില്ലല്ലോ. ഒന്ന് ആലോചിക്ക് മോട്ടു, നല്ലപോലെ ആലോചിക്ക്. 5 കോടി രൂപ നമുക്കങ്ങനെ കളയാൻ പറ്റില്ല. 5 കോടി പോയതുപോലെ തന്നെയല്ലേ അത് ജോൺ കൊണ്ടുപോകാൻ പോവല്ലേ? പൊളിച്ചെടുത്തല്ലോ. നീ ശരിക്കും 5 കോടി രൂപയുടെ ടിക്കറ്റ് ആ ജോണിന്റെ കയ്യിൽ കൊടുക്കാൻ പോവാണോ? അതെ, എനിക്ക് ഡോണിനെ കൈകാര്യം ചെയ്യുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. ആ 5 കോടി രൂപ എടുത്ത് നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോവാന്നേ. പൈസക്ക് വേണ്ടി കാത്തിരുന്ന് അവസാനം ജോൺ നമ്മുടെ ഡോക്ടറെയും പത്രോളിയും വെറുതെ വിട്ടേക്കും. ഞാൻ ഒരിക്കലും എന്റെ കൂട്ടുകാരന്റെ ജീവൻ പണയം വെച്ച് കളിക്കില്ല. അത് 5 കോടി ആയാലും ശരി, 50 കോടി ആയാലും ശരി, ഞാൻ കൊടുത്തിരിക്കും. കിട്ടിപ്പോയി. ഈ ബുക്കിനകത്താ വെച്ചിരുന്നത്. മോട്ടോ, ഇതിനകത്ത് ടിക്കറ്റ് കാണുന്നില്ല. ടിക്കറ്റ് ഇതിനകത്താ. നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? എന്റെ എടാ, അവിടെ നിക്ക്. എടാ, വഴി മാറ്. കുടവേറില്ലായിരുന്നു. വഴി മാറാൻ. ഒന്ന് ക്ഷമിക്കണേ ചേട്ടാ, കുറച്ച് തിരക്കുണ്ട്. എന്താ പറ്റിയതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ചിങ്കം സാറേ, അവിടെ നിക്ക്. ഐഡിയ. ആ ചെവി ഇങ്ങതാ, ഒരു സ്വകാര്യം പറയട്ടെ. എന്റെ അമ്മോ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്റെ മീതെ ഒന്ന് കേറാൻ? ഒരുപാട് കൂടിപ്പോയി. ഫുർഫുര നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ എന്റെ മീതെ കേറാൻ നോക്കുകയാണ്. ഇതെന്റെ നടുവാണ്, അല്ലാതെ നാഷണൽ ഹൈവേ അല്ല. ഇൻ ദ നെയിം ഓഫ് ലോ എല്ലാരും നിക്ക്. വീണ്ടും നാളികേരോ? ഇതിന്റെ ഒരു കുറവേ ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ. എന്റെ അമ്മോ. നിക്ക്. ഞാൻ ഒന്നുകൂടി തെളിച്ച് പറഞ്ഞു തരാം. മോട്ടുവിന് പകരം പത്തുലുവിനെ വെടിവെക്കുന്നു. പത്തുലുവിന് പകരം മോട്ടൂന്.
അതിന് മോട്ടു ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അവനിങ് എത്തുമല്ലോ. ഹസേട്ടയ്ക്ക് പകരം ഡോക്ടർ ജഡ്ക. ആളിപ്പോ ഇവിടെ ഇല്ല, പക്ഷെ ഇവിടെ എത്തും. അയാൾക്ക് പകരം ഇതാകെ കുഴഞ്ഞല്ലോ. ഇതിലുള്ള പന്തികേട് എന്താണെന്ന് വെച്ചാ ഇവിടെ ആരും വന്നില്ലെങ്കിൽ പിന്നെ ആരെ വെടിവെക്കും ബോസ്? ഇത് ഞാൻ ചിന്തിച്ചില്ലല്ലോ. ഇനി ഒരു പക്ഷേ ആരും വന്നില്ലെങ്കിൽ നിന്നെ ആയിരിക്കും ഞാൻ വെടിവെക്കുന്നത്. ബോസ് അത് നോക്കൂ, ടിക്കറ്റ് തനിയെ പറന്നു വരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു പടയും പുറകെ വരുന്നുണ്ട്. നിങ്ങൾ 4 പേരും ടിക്കറ്റുമായി വന്നത് വളരെ നന്നായി. ഇല്ലെങ്കിൽ 4 ഞാൻ ശരിയാക്കിയേനെ. കൊള്ളാം ബോസ്, കൊള്ളാം. അടിപൊളി കവിതയാണല്ലോ അല്ലേ നമ്പർ 2? നിന്റെ ഒരു കവിത. നീ ഇന്നത്തെ പത്രം എടുക്ക്. ബോസ് ബോസ് എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. കോടികളുടെ കാര്യം പറഞ്ഞ് എന്നെ വെറുതെ മോഹിപ്പിച്ചു. ബമ്പർ ടിക്കറ്റിന്റെ റിസൾട്ടും കയ്യിലുള്ളതാവട്ടെ കിട്ടുന്ന ടിക്കറ്റും. ദ്രോഹികളെ. കൊള്ളാം ബോസ്, കൊള്ളാം. മിണ്ടാതിരിയുടെ തടിയാ. 5 കോടി രൂപയാ പോയത്. ബമ്പർ ടിക്കറ്റിന്റെ റിസൾട്ട് പത്രത്തിലുള്ളത്. എന്നിട്ട് ഇവന്മാരുടെ കയ്യിലുള്ളതോ കിട്ടുന്നീസ് ലോട്ടറിയും. എന്താ? നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി ഞാൻ തരാൻ പോവാ. അത് കഴിഞ്ഞ് മതി പ്രതികാരം. എല്ലാം ഒന്ന് കഴിയട്ടെ. 2ന്റെ തല ഞാൻ തവലയാക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് തല? എടാ സ്വപ്നജീവി, 2 പിടിച്ച് കെട്ടാൻ നോക്ക്. ഓടിക്കാം മോട്ടോ. ആവോ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ആവോ, തീർച്ചയായിട്ടും അയാളൊരു ഭക്ഷണപ്രിയനായിരിക്കണം. ആവോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ആവോ, വല്ലാണ്ട് വിശക്കുന്നു. ആവോ. അല്ല മോട്ടു, നീ ഇതെങ്ങനെ ആകാശത്ത് പറക്കുന്നത്? ആ ജഡ്ക നിനക്ക് എന്തെങ്കിലും ഗാഡ്ജറ്റ് തന്നിട്ടുണ്ടോ? അല്ല അല്ല അല്ല, ഇതെന്തായി ചെയ്തത്? ആ നിർത്ത് നിർത്ത്. അയ്യോ എന്റെ പച്ചക്കറി. ആവോ, ആവോ, അതിനെയും കൂടി കഴിക്ക്. ആവോ. അല്ല ഇതൊക്കെ എങ്ങോട്ടായി പോകുന്നത്? നീ കഴിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. ഉരുളക്കിഴങ്ങ് നന്നായിരുന്നു. ആവോ, ഇവിടെ തന്നെ നിൽക്കാം. ഒരുപാട് കഴിക്കാം. ആവോ. ആവോ, ഞാൻ സമൂസ കഴിക്കാൻ വരട്ടെ. ആവോ. മോട്ടോ, ഇത് കഴിക്കരുത്. തരാനുള്ള പറ്റു മുഴുവൻ തന്നു തീർക്ക്. ഈ സമോസയൊക്കെ എങ്ങനെ കാണാതാവുന്നത്? എടാ നിൽക്ക്, എന്നോടല്ലേ പറഞ്ഞത്? എടാ നിൽക്കാൻ. അയ്യോ, ഇതെന്താ സംഭവിക്കുന്നത്? ഇത് തീർച്ചയായും ആ ഡോക്ടർ ജഡ്കയുടെ ഗാഡ്ജറ്റ് ആയിരിക്കും. വിടില്ല നിന്നെ ഞാൻ. അയ്യോ, എന്നെ ഒന്ന് താഴെ ഇറക്കിക്കേ. പൊളിച്ചെടുത്തല്ലോ. എടോ മോട്ടോ, താൻ എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഡോക്ടർ ചട്ടുക്ക ഒരു പുതിയ ഗാഡ്ജറ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന തോന്നുന്നേ. അത് നന്നായി, വളരെ നന്നായി. അയാൾ അവിടെ മുകളിൽ തന്നെ നിക്കട്ടെ. എന്റെ 20 വർഷ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് സമോസ ഫ്രീ ആയിട്ട് തിന്നാൻ കിട്ടുന്നത്. പൊളിച്ചെടുത്തല്ലോ. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെ. മോട്ടു മതിയാക്ക്. ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സമോസ മുഴുവനും നീ കഴിച്ചാ പിന്നെ എനിക്ക് കഴിക്കാൻ എന്താ ഉള്ളത്? പൊളിച്ചെടുത്തല്ലോ. രക്ഷിക്കണേ, എന്നെ താഴെ ഇറക്കൂ. രക്ഷിക്കണേ, എന്നെ താഴെ ഇറക്കൂ.
രക്ഷിക്കണേ. ആരെങ്കിലും രക്ഷിക്കണേ. വേഗം വരണേ. ഞങ്ങളെ രക്ഷിക്കണേ. നന്നായിരുന്നു ഉരുളക്കിഴങ്ങ്. ഠാക്ക് ചിക്ക ഠാക്ക് ചിക്ക ഠാക്ക് ചിക്ക ഠാക്ക് ചിക്ക ഠാക്ക് ചിക്ക ഠാക്ക്. എന്തൊരു നല്ല കാറ്റാണിവിടെ. കിളികളുടെ കളകളാരവം, കുയിലിന്റെ കുയിൽനാദം, ഉദയസൂര്യന്റെ പൊൻപ്രഭ. ഇന്നത്തെ ദിവസം ശരിക്കും നല്ലതായിരിക്കും എന്റെ പത്തലു. ആ ഇന്നത്തെ കാലാവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. എന്റെ കയ്യിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന നീ വിചാരിച്ചോ മോട്ടു? അതൊരിക്കലും കഴിയില്ല. കണക്ക് പറഞ്ഞു 1 രൂപ ബാക്കിയില്ലാതെ ഞാൻ വാങ്ങിച്ചെടുക്കും. എന്ത് പൈസ? ഞങ്ങൾ എന്താ ചെയ്തത്? എന്ത് ചെയ്തെന്നോ? നിനക്കൊന്നും അറിയില്ലല്ലേ? എന്റെ മോട്ടു രാവിലെ തന്നെ അടിയാണല്ലോ. ഈ ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? ആർക്കറിയാം. എന്തായാലും നമുക്കിപ്പോ ഓടാം, പിന്നീട് അന്വേഷിക്കാം എന്താ കാര്യം. എങ്ങോട്ടാടാ ഓടുന്നത്? ദേ വരുന്ന ഗസീട്ടയും ചായക്കടച്ചേട്ടനും. അവരോട് ചെന്ന് സഹായം ചോദിക്കാം. രക്ഷിക്കൂ, ഞങ്ങളെ ഈ പച്ചക്കറിക്കാരിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ. ഒരു കാര്യമില്ലാതെ അവര് ഞങ്ങളെ തല്ലിയേ. പച്ചക്കറി വെക്കുന്ന ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തിനാ എല്ലാവരും നമ്മളായിട്ട് ഇങ്ങനെ ഇടിക്കുന്നത്? ആർക്കറിയാനാ, ഇതിലെന്തോ കുഴപ്പമുണ്ട് മോട്ടു. വരൂ, ജഡ്കാരുടെ അടുത്ത് ചെന്ന് എന്താന്ന് ചോദിക്കാം. ചിങ്കം സാർ, ചിങ്കം സാർ രക്ഷിക്കൂ. ആ മോട്ട് വന്നിട്ട് എന്റെ എല്ലാ സമോസയും തിന്നു തീർത്തു. എന്റെ എല്ലാ പച്ചക്കറിയും അവൻ തിന്നു സാറേ. അവൻ ഞങ്ങളെ ഒരുപാട് തല്ലുകയും ചെയ്തു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെന്ന് ഉറങ്ങിക്കോളൂ. ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവനത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാ വെറുതെ എന്നെ കണ്ട് പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ അങ്ങനെ നടക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഒരു കൂട്ടുകാരനല്ലേ? ഞാൻ ആ മോട്ടിനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവനെ നല്ലൊരു പാഠം പഠിപ്പിക്കും ഞാൻ. എങ്ങനെ പഠിപ്പിക്കാം? ഈ നഗരത്തിൽ എല്ലാവർക്കും അറിയാം, ഈ ചിങ്കത്തിന്റെ അടുത്ത് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇംപോസിബിൾ, ഇംപോസിബിൾ. സംശയമുണ്ടോ? അല്ലെങ്കിൽ നീ ഇത്രയ്ക്ക് മനസ്സിലാക്കിക്കോ, നിനക്ക് എന്റെ മോട്ടോർ ബൈക്കിന്റെ സ്പീഡിനേക്കാൾ ഓടാൻ സാധിക്കില്ല. ഞാൻ നിന്നെ ഫോളോ ചെയ്ത് കയ്യോടെ പിടിക്കും. എങ്കിൽ പിന്നെ ഈ ബൈക്കിന്റെ സ്പീഡ് എന്ത് മാത്രമുണ്ടെന്ന് കണ്ടു കളയാം. ഇത് നിന്റെ അവസാനത്തെ ഓട്ടമാണ് മോട്ടു. ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആണല്ലോ. ഇനി എങ്ങോട്ടുള്ള റേസ് മുകളിലേക്കാക്കുന്നതാണ് നല്ലത്. എന്റെ അമ്മോ, ഞാൻ എങ്ങനെ ഈ ബൈക്കോട് ആകാശത്തിലേക്ക് പൊന്തിയത്? ഈ വണ്ടിയുടെ ബ്രേക്കും കിട്ടുന്നില്ലല്ലോ. ബ്രേക്കിൽ വെറുതെ ചവിട്ടിയാൽ നേരെ താഴോട്ട് പോകും. റേസ് തീരുന്നത് വരെ വണ്ടി താഴോട്ട് വീഴില്ല. മോട്ടു, ദയവ് ചെയ്ത് നീ എന്നെ താഴേക്ക് ഇറക്ക്. എന്റെ അമ്മോ, എന്റെ അമ്മോ. പൊന്നു ജഡ്കച്ചേട്ടാ, രക്ഷിക്കണം, ഞങ്ങൾ വലിയ പ്രശ്നത്തിലാ. മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, എന്താ സംഭവിച്ചെന്ന് തെളിച്ചു പറയേ. എന്താന്ന് അറിഞ്ഞൂടാ, കാണുന്നവരൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഇടിക്കുക. ഞങ്ങൾ എന്തോ അവരോടൊക്കെ ദ്രോഹം ചെയ്തതുപോലെ. എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ സമാധാനം, ചിങ്കം സാർ കൂടെ ഉണ്ടല്ലോ. ഇനി നമ്മൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ചിങ്കമില്ലാലും കുഴപ്പമില്ലെന്നേ. നിങ്ങൾക്ക് ഞാനല്ലേ ഉള്ളത്. ഞാൻ ഉള്ളപ്പോഴേ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. അതിനു മുമ്പ് നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേട്ടോളൂ, മോട്ടുവും പത്തിലും ഇപ്പൊ എന്റെ അടുത്ത് സഹായത്തിന് വന്നിരിക്കുകയാണ്. മനസ്സിലായോ? ഓ, ഇതൊക്കെ ഞങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്ന കാര്യമല്ലേ. നിങ്ങളുടെ ആരെയും സഹായം ഇല്ലാതെ മോട്ടൂന് ഇങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. മതി, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ അമ്മോ, ഞാനേ
ഏയ്, എന്റെ പൊന്നോ, നിങ്ങൾ എന്നെ എന്തിനാ ഇങ്ങനെ ഇടിക്കുന്നേ? മോട്ടു എവിടെയാ? താൻ എങ്ങനെയാണോ താഴെ വന്നത്? നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏതോ അന്യഗ്രഹ ജീവിയാണെന്നാ. അത് വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതായിരിക്കും. എന്നിട്ട് മോട്ടുവിന്റെ രൂപവും സ്വീകരിച്ചു കാണും. എന്റെ അമ്മോ, ഏലിയൻസിനെ പിടിക്കാനുള്ള നിയമമൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പോട്ടിടൂ, ഞാൻ അവരെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അവർക്ക് ഞാൻ എങ്ങനെ വാറണ്ട് കൊടുക്കും? മോട്ടു, നമ്മൾ ഇനി എന്ത് ചെയ്യും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? നിങ്ങൾ തന്നെ ആലോചിക്ക്. ഏലിയൻസിനെ എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് ശക്തിയുള്ള ഒരു ആയുധം വേണം. അത് നമുക്ക് വേണ്ടി ഡോക്ടർ ജഡ്ക ശരിയാക്കി തരുന്നതായിരിക്കും. എന്റെ കയ്യിലുള്ള ഈ തോക്ക് കൊണ്ട് വെടിവെച്ച ഏത് അന്യഗ്രഹ ജീവിയാണെങ്കിലും ബോധം കെട്ട് പോകും. അതേന്ന്. ആ, വരൂ, നമുക്ക് എല്ലാവർക്കും കൂടി അതിനെ പോയി അന്വേഷിക്കാം. എന്നിട്ട് വേണം അതിന്റെ മേലെ എനിക്ക് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ. വരൂ, നമുക്ക് വെവ്വേറെ സ്ഥലങ്ങളിൽ ചെന്ന് അന്വേഷിക്കാം. കിട്ടിപ്പോയി. ശരിക്കും കാണാൻ എന്നെ പോലെ തന്നെ. ആവോ, എന്നെ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്. ആവോ, എന്റെ പേര് മോട്ടു എന്നാണ്. എന്റെ പേര് മൊട്ടീസയാണ്. ഞാൻ ബഹിരാകാശത്തിൽ നിന്നാണ് വരുന്നത്. ഓ, നീ കാരണം ഞാനാണ് എല്ലാവരുടെയും തല്ലുകൊള്ളുന്നത്. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങളിൽ ആരാ വ്യാജനെന്ന് വേഗം പറഞ്ഞു. എന്നിട്ട് വേണം എനിക്ക് വെടിവെച്ച് ബോധം കെടുത്താൻ. ഡോക്ടർ ജഡ്ക, ദേ ഇവനാണ് വ്യാജൻ. ഓ, അത് ഞാൻ ശരി. മോട്ടു ആകുന്നു. നീ കള്ളം പറയുന്നു. ഇവനാണ് കള്ളം പറയുന്നത്. ഞാനിപ്പൊ പറയാം ഈ രണ്ടാളിൽ ആരാ ശരിക്കല്ല മോട്ടോന്ന്. നമ്മുടെ മോട്ടുണ്ടല്ലോ ഒരു വലിയ ഗുസ്തിക്കാരനാണ്. ഗുസ്തി മത്സരത്തിൽ അവനെ വെല്ലാൻ ആരുമില്ല. ഇവര് രണ്ടുപേരിൽ ഒരു ഗുസ്തി മത്സരം നടത്താം. അതിൽ ആര് ജയിക്കുന്നു അതാണ് ഒറിജിനൽ മോട്ടു. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായോ ഞാൻ മോട്ടു ആണെന്ന്? ജഡ്ക ചേട്ടാ, വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. പത്തലു, ഞാൻ തോൽവി സമ്മതിക്കുന്നു. പക്ഷേ യഥാർത്ഥ മോട്ട് ഞാൻ തന്നെയാണ്. പത്തലു, എന്നെ രക്ഷിക്കൂ. ഐഡിയ, നിങ്ങൾ രണ്ടുപേരും സമോസ കഴിക്കുന്ന ഒരു മത്സരം വെക്കാം. സമോസ കഴിക്കുന്നതിൽ മോട്ടുവിനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. അതെ അതെ, സമൂസ കൊണ്ടുവരൂ വേഗം. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. പാടില്ല, കളിയിൽ കഴിപ്പ് നിർത്താൻ പാടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടോ സൗജന്യമായിട്ട് എനിക്ക് ഇത്രയും സമൂസ കഴിക്കാൻ കിട്ടുന്നത്. അതുകൊണ്ട് നിർത്തരുത്, കഴിപ്പ് തുടങ്ങിക്കോ, മത്സരിക്കൂ. അതെ, എനിക്കിനി കഴിക്കാൻ പറ്റില്ല. എന്താ, നിങ്ങളുടെ ഗ്രഹത്തിലുള്ളവര് സമോസ ഒന്നും കഴിക്കാറില്ലേ? ഇല്ല, കഴിക്കാറില്ല. പക്ഷേ ഇത് വളരെ സ്വാദുള്ളതാണ്. ഞാൻ അവിടെ ചെന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതാണ്. ഇതാണ് വ്യാജൻ. ഇതാണ് നമ്മുടെ യഥാർത്ഥ മോട്ടോ. ഇവനെ സമൂസ കഴിച്ച് തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും ആവില്ല. ഐ എം സോറി. ഞാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടായി. എന്നാൽ ഞാൻ പോട്ടെ. തിരിച്ചൊരു വരവിനി ഉണ്ടാവില്ല. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. പക്ഷേ ഇവിടെയുള്ള ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. നീ ഒരു സുഹൃത്തായിട്ട് വരൂ. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ഒരുപാട് സമൂസകൾ കഴിക്കാം. ഓക്കേ, ബൈ. വീണ്ടും കാണാം. വേണ്ട